Hey guys, welcome back. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് എല്ലാ പ്രശ്നങ്ങളും കാരണം എല്ലാവർക്കും അറിയുന്ന പ്രശ്നങ്ങൾ തന്നെ വീണ്ടും അതിങ്ങനെ ആവർത്തിക്കില്ല. അപ്പം ആ പ്രശ്നങ്ങളും പിന്നെ ബാക്കിയുള്ള എന്താ പറയുക നമ്മളും ഇവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളും മഴയും പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴക്ക് കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് പുറം ഭാഗം എല്ലാവരും പറയും ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എന്താ പറയുക വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയും കമന്റിൽ. അപ്പോൾ ഏതായാലും ആ വീഡിയോ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച് അപ്പം കുറച്ച് എന്താ പറയാ മുറ്റം കാര്യങ്ങളൊക്കെ നാശമായി ഇറങ്ങാൻ വിചാരിക്കുമ്പോ മഴ ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ തന്നെ ആലോചിച്ചു അങ്ങനെ വെറും ആലോചനകൾ ചെയ്യാന്നുള്ളൊരു മൈൻഡ് വന്നിട്ട് നിൽക്കും. ഷെഫിന്റെ പരം നിന്ന് നിൽക്കും പകർന്നതാണ്. അപ്പൊ ഏതായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനോട് കൂടിങ്ങാണ്ട് അങ്ങ് ചെയ്യുക. അപ്പോഴേ ആ പരിപാടികൾ നടക്കുന്നുള്ളൂ. ഗൈസ് അതെന്താന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊക്കെ വീട്ടില് എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്തിട്ട്, അതായത് ഭർത്താവ് കൂടിയിട്ടാണോ കാര്യങ്ങൾ കഴിയുന്നത്, അതല്ലേ ഭർത്താവ് പോയി കിട്ടിയാലാണോ കാര്യങ്ങൾ ഇതിനൊക്കെ പറയാണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാലും 2 വാക്ക് സംസാരിക്കും. വെറും 2 വാക്ക്. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. എന്താ അറിയോ, നല്ല വെയിറ്റ് ഉള്ള ചട്ടി അതെല്ലാം കൂടി ഈ മഴക്കാലത്ത് ഞാനെല്ലാം കൂടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് അങ്ങോട്ട് ആക്കി വെച്ച് ഇപ്പൊ ചട്ടിയിലൊക്കെ നിറച്ചും ചളി തെറിച്ച് നാശമായി കിടക്കുന്നുണ്ട്. ചട്ടിന്റെ പുറത്തുകൂടിയൊക്കെ അങ്ങനെ തുള്ളി തെറിച്ചിങ്ങായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാ. ബേക്കിലും അവിടെ ഇടിഞ്ഞിട്ട് ആ ചളിയൊക്കെ ഒലിച്ച് ബേക്കിലൊക്കെ നിറഞ്ഞെടുക്കണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാ. അപ്പൊ ചെവിനെ ഒന്ന് കൂട്ടിക്കാണെങ്കിൽ ഉപകാരമാകല്ലോ എന്നല്ല, ഞാൻ വന്നാലേ പരിപാടി നടക്കും. അങ്ങനെ പറഞ്ഞാൽ മതി. ഉപകാരം ആകുമല്ലോ അങ്ങനെ വിചാരിച്ച് ഇന്നെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണേ ഞാൻ കൂടി തരും. ഇതിനൊക്കെ പറ്റുമെന്നറിയോ, തേങ്ങ ചേരാൻ പറ്റും, പഴം പാട്ടി തിന്നാൻ പറ്റും. അമ്മക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അമ്മക്ക് ചെയ്യാ. അതന്നെ വാ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാന്നാല്. ഇതാ ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. നാശമായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതങ്ങനെ ഓരോരോ ചട്ടികളൊക്കെ എടുത്ത് കൊണ്ടുപോയിച്ച് ഞാൻ ഇവിടുന്ന് ഷെഫിനോട് പറഞ്ഞു കുറച്ച് വെള്ളമൊക്കെ കൊണ്ടെത്താൻ. ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഇതൊക്കെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. അതായത് ചട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതില്ലേ കട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതെ അതെ, മഴക്കാലത്ത് ചെടികളൊക്കെ നല്ല നന്നായിക്കിനെ പക്ഷെങ്കിൽ ഒന്നിനും വൃത്തിയില്ല. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഈ ഫസ്റ്റ് കോലൊക്കെ ഒന്ന് കാണിക്ക്. ഫസ്റ്റ് ഇതിന്റെ എന്താ പറയാ കോലങ്ങൾ കുറിച്ച് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഏതായാലും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ. എന്നാല് ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ നല്ലോണം വെട്ടി ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടെടുക്കാനും വേണം കേട്ടോ. നല്ല ഈ സൈഡൊക്കെ കാണണ്ടേ, ഈ സൈഡൊക്കെ ആകെ മണ്ണായി അതിന്റെ ആകെ നാശമായി കിടക്കുക കണ്ടോ. മഴ പെയ്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ആ പറമ്പ് ഞാൻ പറഞ്ഞ ആ മതിലില്ല അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ചളി ഇങ്ങനെ ഒഴിക്കുക. പിന്നെ ആരൊക്കെ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളവിടെ ഉണ്ടല്ലേ, മതിലൊന്നും മേൽക്ക് വീണില്ലല്ലോ, മരിച്ചു പോയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഷെമിയൊക്കെ ഡബിൾ ഓക്കെയിലാണ് ഇപ്പൊ ഉള്ളത്. ഷെമിക്ക് പിന്നെ ആ ഒരു ആലോചനകൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ. പിന്നെ വേറെ കോമഡി ഉണ്ടായി. എന്താ അറിയോ, ഹെൽത്ത് ആൾക്കാർ വന്ന് പിന്നെ ഇപ്പൊ പ്രതിരോധ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഷെമി ഷെമി വന്നപ്പോ ഇവിടുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പുറത്തൊക്കെ വന്ന് അപ്പൊ എന്നോട് വെച്ച് പിന്നെ ഷെമി ഇന്റെ അല്ല ചോദിക്കുന്നത്, ഷെമിന്റെ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാന്ന് ചോദിച്ചു. അപ്പൊ ഷെമിനോട് ഞാൻ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയായിരുന്നു. എന്തിനാ ആരാ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ ഹെൽത്ത് എന്നാണ്. അതെന്തിനാ? ഞാൻ പറഞ്ഞ പ്രതിരോധ കുത്തിവെപ്പ്. പ്രതിരോധത്തിനുള്ള എന്തോ ഒരു അതന്നെ. അപ്പൊ ഓർക്ക് ഡേറ്റ് ഓർത്തൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ ഒരു ഗുളിക മാറി പോവാൻ കൊണ്ടുവരാനാണ് ഇവര് പറഞ്ഞു കൊടുക്കുന്നില്ല. അവരറിയാം എന്തിനാ ഞങ്ങൾ വേറെ കാണിച്ചോളാം, അതൊന്നും കുഴപ്പമില്ല അല്ലേ ഇപ്പൊ വയസ്സൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓലോട് എന്നോട് പറയുമ്പോൾ ഓലോടും പോടേ അതന്നെ എനിക്ക് പറയാനുള്ളേ നോക്ക്. പിന്നെ ഇപ്പൊ ഇവിടെ ഇതിന്റെ കോലങ്ങളൊക്കെ കണ്ടോ കേട്ടോ. ഇവിടെ ഞാൻ ടോട്ടലി നമ്മൾ കാണാത്ത കുറെ ആൾക്കാരുണ്ടാവല്ലോ, ഓർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ചുറ്റുപാടുകൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇതിന്റെ കോലങ്ങൾ. പിന്നെ അതാകുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. കാരണം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്നും അങ്ങനെ ഇറങ്ങലില്ല കേട്ടോ. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ മതില് അത്രയും വലിയ മതിലാണ്. അതൊന്നും സംഭവിക്കൂല എന്നൊക്കെയാണ് എഞ്ചിനീയറൊക്കെ പറഞ്ഞ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ഈ ചുറ്റുപാടുകൾ മാത്രം ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഓ ബാക്ക് സൈഡ് വേറെ ലെവലാ മോനെ, അതാണ് നിങ്ങൾ കാണേണ്ടി.
ഇതിപ്പോ ഫുള്ള് കാണിക്കലേ നടക്കും തോന്നുന്നു. കുറച്ച് വെള്ളം കൊണ്ട് തന്നിക്കാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായി. മഴ പെയ്യുന്നതിന്റെ അടുക്ക് വേഗം നോക്കാം വേഗം പരിപാടികൾ വേഗം നോക്കാം. ആ ബക്കറ്റ് കൊണ്ട് വെച്ചാൽ മതി. ഏത് ബക്കറ്റ്? അത് ഞാൻ കഴിക്കോളാം. ഞാൻ പറഞ്ഞുതരാം. വേണ്ട ഇതിലേക്ക് വെള്ളം കൊണ്ട് പറഞ്ഞു തന്നാൽ മതി. അതിന് വേറെ ബക്കറ്റ് കൂടി അവിടെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചോ? ഇതൊക്കെ കൂടി എങ്ങനെ സാധിക്കുന്നടാവുക നിനക്ക്? എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ, പണി ഞാനാണല്ലോ എടുക്കണേ. ഡയലോഗടി കേട്ടാലേ ചെടിനെ കാണാന് ഇത് ചെടി നല്ല രസാ കാണാൻ. ഇഷ്ടമല്ലേ ഞാൻ ഫസ്റ്റില് നന്നാക്കുക. അപ്പൊ മറ്റേതൊന്നും വളരാണ്ടായി പോലേക്ക് എല്ലാവരെയൊക്കെ ഇഷ്ടാ. ഇതിങ്ങൾക്കും ജീവൻ ഉണ്ടാവും, നിങ്ങളാരും ചിരിക്കണ്ട. ഇപ്പോൾ കറുപ്പ് ചട്ടിൻ്റെ ഒരു മോഡൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കുറേ കറുപ്പ് ചട്ടിയായിട്ട് വാങ്ങി. അണ്ണന്മാരെ വരെ ഫുള്ള് കറുപ്പ് പിന്നെ വൈറ്റ് ആ മോഡൽ ഇറങ്ങിയപ്പോൾ ഇപ്പൊ വൈറ്റ് കുറച്ച് ഇല്ലല്ല. വൈറ്റ് മോഡല് വൈറ്റ് ഒന്നല്ല. മോഡല് എനിക്ക് ആയില്ലല്ലോ. ആയില്ല. നിക്കട്ടെ, ഇത് എന്താ ചെയ്യത്? വർത്താൻ പറഞ്ഞിരിക്ക. അപ്പൊ ഏതായാലും ഞങ്ങള് ഫ്രണ്ടൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് കയ്യിലിട്ടുള്ളത് കാണിക്കല്ലേ ക്ഷമേ? അതല്ലേ നല്ല നടക്കും കാര്യങ്ങൾ നടക്കും. എന്താ വണ്ടിയുണ്ടോ? ചായ വെള്ളം എന്തെങ്കിലും? ജ്യൂസ് ആയിക്കോട്ടെ. ബ്ലീച്ചിങ് പൗഡർ ഇട്ടേ ക്ഷമയെ? നല്ല അങ്ങോട്ട് വൃത്തിയാവും. ഇതിങ്ങനെ തട്ട്, ഇതൊക്കെ തന്നെ പരിപാടി. കൂടായിട്ടല്ല, കാര്യം എന്താണെന്നറിയോ? ഇവിടെ പിന്നെ ഓരോരോ കണക്കെടുക്കാൻ ശാന്തി നീനൊക്കെ പെണ്ണുങ്ങല്ല. ഞാൻ കേക്ക് കഴിഞ്ഞ് പറയുന്നേ. ഇവിടെ രണ്ട് നഴ്സുമാരാ വന്ന്. അങ്ങനെ പിന്നെ ഏജു പ്രഷറും ഷുഗറും ചോദിച്ചിട്ട് ഇവിടെ അറിയാം ആന്നില്ല. ആർക്കില്ലാന്ന് അനക്കോ? എനിക്ക് എന്ത് അങ്ങനെ ഓലോട് ഏജ് പറയാ, എനിക്ക് കൂട്ടി പറയാ. വയസ്സ് എത്രയായിരുന്നു? ഇവളുടെ എപ്പോഴും കുറയ. എന്റെ ഞാൻ പോലെ അറിയാണ് ഇങ്ങനെ കൂടുക. 29, 30 ഒക്കെ. ഇവളുടെ എനിക്കിപ്പോ എത്രയായിരുന്നു? 38, 27 എത്രയായിരുന്നു? ഓല് വന്നോല് താത്തെ നിങ്ങളെ ഏജാ ചോദിച്ചേ. എന്റെ എന്നാ പറയുന്നേ? ഇവിടെ പ്രായമുണ്ടോ നിന്നെ കാണിച്ചു? അല്ല പിന്നെ എടുപ്പിലായ അങ്ങനത്തെ ഇവിടെ ആരും വരണ്ടോ. വന്നു കഴിഞ്ഞാൽ അതാ പ്രശ്നം. വന്നാൽ ഏജ് ചോദിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവേ എടുക്കാൻ വരുന്നവരോടാണ് പറയുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉറങ്ങുന്ന സമയം ഏതാ നോക്കി ഞാൻ സത്യാവസ്ഥ ഞാൻ പറഞ്ഞിരുന്നില്ല. അതല്ല എന്റെ ഇങ്ങനെ കൂടുക. ഹോസ്പിറ്റലിൽ പോയാലും എന്റെ കൂട്ടി പറയാ. വെറുതെ എപ്പോഴും 37. പിന്നെ എന്നോട് ഇന്നലെ നമ്മൾ എത്രയും പറഞ്ഞു അങ്ങനെയൊക്കെ. ഇന്നലെ നമ്മൾ എത്രയും പറഞ്ഞു. അപ്പൊ ഒരു 36. എന്നാ 36 അവ ഡോക്ടർ ഇങ്ങനെ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഈ ചേച്ചിക്ക് ഞാൻ നോക്കിയ സമയത്ത് 40, 38. പെണുങ്ങല്ല, ഉള്ള കാര്യം പറയാ. ഞാൻ പോലും അറിയാണ്ട് ഞാന് 2-3 കൊല്ലൊക്കെ അധികം ജീവിച്ചു പോവുക. അതല്ലാതെ അല്ല ഭാഗ്യ. അവിടെ എണീക്ക്. കഥ പറയാനിരുന്ന ആടി ഇരിക്ക തന്നെ. അല്ല മുബാസിന് പറയാ എന്നും കാണണേ. ബനും പറ്റൂ. മെസ്സേജ് അയച്ചു ഞാൻ ആരെങ്കിലും ബനോടും വായിച്ചു ചോദിച്ചാൽ ഞാൻ ആള് കേൾക്കുക. ഞാൻ കണ്ട അല്ല വയസ്സ് കൂടി വെച്ചാൽ വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാനിങ്ങനെ നോക്കണേരോ ഞാൻ റൂമിന്റെ പുറത്തായിട്ടുള്ള റൂമിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒന്നിനോട് പറയാ. അവന് കേക്കട്ടെ വല്ല പറയട്ടെ. ഇവൻ പറയാ ഷെഫിക്ക് എത്ര ഏജ്? ഷെഫിക്ക് 30. ഷെമിത്താക്ക് അതിൽ നിക്കണേരെ ഞാൻ ആടി കയറി ചെല്ലണേ. ആർക്കും 30, ഷെഫിക്ക് 28, 26 റേഞ്ചായി. ഷെഫിക്ക് ഒന്നുകൂടി പറയുന്നത് ബനും കൂട്ടി പറയാ, ബളും കൂട്ടി പറയാ. ഇവര് രണ്ടാളും ഇങ്ങനെ ആടെയും ഇവിടെ നിക്കുക. എന്റെ വേണ്ടിട്ടാണെന്നൊക്കെ മനസ്സിലായി. ഞാൻ 26 ആണല്ലോ എന്ന് പറയുന്നു. അതാണ് ഇനി തളർത്തി പണിയെടുക്കട്ടെ. ഇനി ബാക്കിയോട് ഇതോട് ചെയ്ത് നമുക്ക് തീർക്കാം. എന്തിനാ അറിയൂല. ഇങ്ങോട്ട് എണീക്ക്. എന്നെ കളിയാക്കിയിട്ട് എന്തിനാന്ന് അറിയായിട്ടല്ല, എന്നെ കളിയാക്കിയിട്ടുള്ള ചിരിയ. അതല്ല മറ്റോല് വന്നപ്പോ എന്റെ മുഖം അത ഞാൻ അന്നാ നോക്കിയേ. ഇവിടെ വയസ്സ് പറയാ കഴിഞ്ഞ
ചേച്ചി വന്നല്ലോ അതിന് മുന്നേ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞത് പിന്നെയും കൊറിയ 2 മിനിറ്റിന് പോലെ അങ്ങനെ കൊറിയ. ചില കാര്യങ്ങൾ കിട്ടും എല്ലാം ചില കാര്യങ്ങൾ ഇത് ഞാൻ റീലാക്കുമ്പോ കറക്റ്റ് മനസ്സിലാവും അല്ലേ? നമ്മ ഇത് റീലാക്കാം അപ്പൊ മനസ്സിലാവും. എന്നാ വാ എണീക്ക് അതൊക്കെ തീർക്ക ഇതിന് മൊത്തത്തിൽ എന്താ പറയാ മെഷീൻ അടിച്ചിട്ടുള്ള പണി മഴക്കാലം കഴിഞ്ഞിട്ടാക്കാം ഇല്ല വെറുതെ ആക്കുക. ബ്ലീച്ചിങ് പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. ഇല്ല ചെടി വെച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ ഇല്ല ചെടിമേലായ ചെടി ഉണങ്ങിപ്പോകും. അതിന്റെ ഉള്ളിൽ ഒരു പാക്കറ്റ് ഉണ്ടാവും അവിടെ പൊട്ടിക്കണം മതി. ഇത് ലോക്കലാ ഇതാ ഉണ്ട്. ഇതെല്ലാം എല്ലാത്തിനും 2 പേക്ക് ഉണ്ടാകടോ. ഇനി ഓൻ പറയരുത് അതാ. എന്നെ പേടിച്ച് പറഞ്ഞതാ. അതല്ല മോളിന്ന് പറഞ്ഞത് ആകെ 500 രൂപ പേക്കാ. ഇത് ഞാൻ മോള് കൊണ്ടുപോയിട്ടാണ് 4 കിലോ വാങ്ങിക്കൂടായിനോ? ഞാനല്ലല്ലോ വാങ്ങാൻ പോയേ. അതല്ല ഇന്നലെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതല്ല അടുത്ത വീഡിയോയിൽ പറയാം. വേറെ കാര്യമുണ്ട്. അത് എനിക്ക് എന്താ പറയാ അതൊന്നും ആവേശം കൂടുന്ന അങ്ങനാണ്. ചവിട്ടൽ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ആവേശത്തേക്ക് കേറി പോകും. ഇതോട് പൊട്ടിക്കല്ലേ എന്നാല് ഇത് അവിടെ വരെ ആയി. പനനീര് കൊടിയുമ്പോൾ എങ്ങനെ കൊടിയാ വരെ മതിയോ? ഏടാ അതെട്ടൂടെ ഇനി എന്താ പറയുന്നത്? എനിക്ക് ഭ്രാന്താ ചെടിമലിടാൻ ചെടിന്റെ ചുറ്റൂടാൻ ആയിടണ്ട അതിമല അധികം. എന്തെങ്കിലും ഒന്നുണ്ടാരും പറഞ്ഞ കേട്ട ചരിത്രല്ല. മഴ പെയ്തോട്ടെ പക്ഷെ മഴ പെയ്യണ്ട. ഒലിച്ചു ഇതല്ല മൊത്തത്തിൽ ഒലിച്ചു നമ്മളൊക്കെ അതാ. ആരും എല്ലാരും വെള്ള വെളുക്കലുണ്ട് അല്ലേ? ഓന്റെ 50 രൂപ ഗ്രിപ്പുള്ള ചെലപ്പം ആയിക്കോട്ടെ. 50 ഉറുപ്പ്യ എടുക്കുന്നതായിട്ടാന്ന് വാങ്ങിക്കൊണ്ടുവരട്ടെ. എല്ലാത്തിനും കളിയാണ്. ഓക്കെ റെഡി ആയില്ലേ? ഇനി ഉണ്ടായില്ലേ? കളിയാക്കിയല്ലോ കേട്ടോ ബാസ കളിയാക്കിയല്ലോ കേട്ടോ. കാര്യം പറഞ്ഞ അതിനായി ഒയിനുമില്ല. അപ്പൊ ക്ഷമതാക്കണ ഏകദേശം ഫ്രണ്ടേജ് ഒക്കെ വൃത്തിയാക്കി. ക്ഷമിയേ കഴിഞ്ഞില്ലേ? ചേരൽ എന്നാണല്ലോ ഞാനെന്തോന്ന് എടുക്കുമ്പോൾ ഇവള് വേഗം ചൂലെടുത്ത് അങ്ങ് പൊയ്ക്കാള്. അപ്പൊ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൽ കൂടി കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെടിയൊക്കെ കുറച്ച് വിട്ടുവിട്ടാട്ട് വെച്ച്. കാരണം അതിൻ്റെ ഇടയിലൊക്കെ മണ്ണാച്ചനല്ല ചെലന്തി പിന്നെ അതുപോലെ തന്നെ ചീമിടിയോ പി 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 നല്ല എല്ലാവരും അടിക്കുന്ന സാധനമല്ലേ അതെല്ലാം കൂടി ഉണ്ടായിട്ട് എന്താ പറയുക ലോങ്ങാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതുകൂടി കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടേജ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗുയ്സ്. അപ്പോൾ ഏതായാലും ക്ഷമിയേ 2 വാക്ക് സംസാരിക്കണോ? ക്ഷമിയേ 2 വാക്ക് സംസാരിക്കണോ? എന്താ പറയാനുള്ളത്? അത് കഴിഞ്ഞേന്ന് ഞാൻ അടിപൊളിയാണെന്നും പറയാ. അതോടുകൂടി വീഡിയോ അടിപൊളിയാണെന്നല്ല, നമ്മൾ ഓരോരോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഫർണിച്ചറും ചെടിയും ഒക്കെ ഇങ്ങനെ മാറ്റിയാൽ നല്ലൊരു ചേഞ്ച് വന്നാൽ നമുക്കൊരു വേറൊരു ഭംഗി വരൂലേ. എന്നോട് ചോദിക്കണ്ട, ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാ. എല്ലാത്തിനും ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട. അപ്പൊ അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഓരോരോ തകരാറ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിന് വേറെ രസമായി. അതാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇനിയിപ്പോൾ ഓക്കെ ഈ സിറ്റ് ഔട്ട് ബാക്കോട്ട് മാറ്റാൻ പറ്റിയോളാവും ചെയ്യേ. പിന്നെ വേറെ വിശേഷമല്ലേ. ഓക്കെ എന്നാല് ശരി എന്നാല് ബൈ ഓക്കെ.